ഉദയഗിരിജ വിഷയം ഇന്നലെ കുറേ അധികം കമൻസും കുറേ വീഡിയോക്കാർ കുറേ പേര് എടുത്തുകൊണ്ട് പോയിട്ട് വീഡിയോ ചെയ്തതിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമാക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യം അലിഗേഷൻസ് ആണ് ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിലാണ്. ഒരിക്കലുമല്ല. എനിക്കിത് ഇപ്പം എനിക്ക് അവരെ പറ്റി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ലാഭമുണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നിടത്ത് നിങ്ങൾക്ക് തെറ്റിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് കുറച്ച് ജെന്യുവൻ കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇങ്ങനെ ആരൊക്കെയോ പറയുന്നു ആ വോയിസ് ഒക്കെ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയും സ്വാഭാവികം അവരും പിന്നെ ഉദ്യോഗസ്ഥരോട് അങ്ങനെ തന്നെ പറയുക. ഞങ്ങളുടെ രീതിയെ കിട്ടിയ ഉടനെ കിട്ടിപ്പോയി ഉറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കൊണ്ടുവന്ന് കേൾപ്പിക്കുക എന്നുള്ളതല്ല. അത് ആര് കേൾപ്പിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല. മറ്റൊരാളുടെ കയ്യിലേക്ക് ആ വോയിസ് പോയാലും ഞങ്ങൾക്കൊന്നുമില്ല. രേണുസുതി വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊല്ലം മുമ്പേ എനിക്ക് കിട്ടിയ ഓഡിയോ ആണ്. അതൊരു നെസസറി ആണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ പബ്ലിഷ് ചെയ്യൂ. അതൊരു മറ്റാരെയും ബാധിക്കാത്തൊരു വിഷയമാണെങ്കിൽ നമ്മളത് ഇടേണ്ട കാര്യമില്ല. ഇത് എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്തു, ഇത് എന്തുകൊണ്ട് ഇതിനെതിരെ നിന്നാൽ ഞാൻ തനിച്ച് കൂട്ടിയാൽ കൂടൂല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഇപ്പോൾ എന്നെ വിശ്വസിച്ച് കുറേ അധികം പേര് വന്നിട്ട് നിങ്ങൾ ചെയ്യും, നിങ്ങൾ ചെയ്യില്ല എന്ന് പറയും. ഒരു കാര്യം പറയാം, ഒലീവിയ വിഷയം തന്നെ എടുക്കാം. ഒലീവിയ വിഷയത്തിൽ ഞാൻ ഇടപെടുമ്പോൾ 28 കുട്ടികളുടെ ബുദ്ധിമുട്ട്, അവരുടെ അപ്പിയറൻസ്, അതുമാത്രമല്ല അവരുടെ ഫ്യൂച്ചർ വരെ നശിക്കപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുട്ടിയുടെ പേരൻ്റ് ആത്മഹത്യ ചെയ്തു. ഇതുൾപ്പെടെ ഞാൻ പറയുമ്പോൾ വളച്ചൊടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എനിക്ക് അത്രത്തോളം ആൾക്കാർ അപ്പുറത്ത് നിന്നിട്ട് ഞാൻ പറയുന്നതൊന്നും അക്സെപ്റ്റ് ആകരുതെന്ന രീതിയിൽ എനിക്കെതിരെ PR വർക്ക് നടത്തുന്ന ഒരു വമ്പൻ കൂട്ടം അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതിന് അക്സെപ്റ്റൻസ് കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പറയുന്നത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഷെഫീന ബീവി ആണെങ്കിൽ അത് പറയുന്നത് പിന്നെ സത്യമാക്കരുത് എന്നുള്ള ഒരു രീതിയിൽ PR വർക്ക് നടത്തുന്നവരിവിടെ ഉണ്ടതുകൊണ്ട് തന്നെ ഇതെടുക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവരൊക്കെ ചെയ്യട്ടെ, എന്താ വരുന്നതെന്ന് കാണാമെന്ന് ചോദിച്ചു ഞാൻ വെയിറ്റ് ചെയ്തതാണ്. അപ്പം ചങ്ങാതി കൂട്ടത്തിലെ ആള് അവിടെ പോയി കണ്ടു, അവന് കാര്യം മനസ്സിലായി, പുള്ളി അത് മൗനമായി വെച്ചു. ഓർത്തു നോക്കൂ, മീഡിയ ഉള്ള ഒരാൾക്ക് പോലും മൗനമായി ഇരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ഇവരുടെ ബാക്കിൽ വർക്ക് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത്. തോമസ് ഐസക്കിന്റെ കൂടെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം, അവര് നമുക്കെതിരെ കേസ് കൊടുക്കുക മാത്രമല്ല നമ്മളെ ഇല്ലാത്ത ബുദ്ധിമുട്ടുകളിൽ കൊണ്ടെത്തിക്കും. എൻ്റെ വീട്ടിൽ, അതായത് കഴിഞ്ഞ തവണ ഞാൻ ഒലിവിയ വിഷയത്തിൽ ഇടപെട്ട സമയത്ത് എനിക്കെൻ്റെ വീട്, അതായത് ഞാൻ താമസിക്കുന്ന വീട് നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. ഇവിടെ ഹൗസ് ഓണർ വരെ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് എന്നെ ഇറക്കി വിടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തെളിവുകളില്ലാത്ത ഒരു സാധനവും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരില്ല. ചോദ്യം ചെയ്യപ്പെടാം. എൻ്റെ മകനാണ് അവരുടെ കൺസേൺ. ആദ്യം പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നത് അവനെയാണ്. ഇതിലൊന്നും ഇല്ലാത്തൊരു കുട്ടിയെ ഞാൻ തന്നെ പ്രതികൂട്ടിലാക്കുന്ന ഒരു വിഷയമുണ്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഈ അലിഗേഷൻ എന്ന് പറയുന്നത് തിരുത്തി പറയണം. എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ നമ്പർ പിൻ ചെയ്ത് വയ്ക്കാം. എന്നോട് സംസാരിച്ചാൽ, എന്നോട് ആരൊക്കെ സംസാരിച്ചു, എത്രത്തോളം അത് റെലവൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്, അവരുടെ ഡീറ്റെയിൽസ്, ഇതൊന്നും അന്വേഷിക്കാതെ ഞാനൊരു വീഡിയോ ചെയ്യില്ല. അങ്ങനെ ചുമ്മാ എന്നെ പറ്റിക്കാൻ ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട്. അതൊന്നും ഞാൻ വിശ്വസിക്കാറുമില്ല. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3ഓളം പേര്. ഒരാൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചിട്ട് എനിക്കൊരു വിഷയം പറയാണ്ട് ഇത് നാളെ പബ്ലിഷ് ചെയ്യണം, നിങ്ങൾക്ക് ഒരു iPhone വാങ്ങിത്തരാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതൊക്കെ ട്രാപ്പാണെന്നുള്ള ബോധം എനിക്ക് നല്ലതുപോലെ ഉണ്ട്. എനിക്കറിയാം എവിടെ നിന്നൊക്കെ എന്നെ എങ്ങനെയൊക്കെ വളയ്ക്കാൻ നോക്കുമെന്ന് നന്നായിട്ട് എനിക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എനിക്കറിയാം. എൻ്റെ വീഡിയോ ആരൊക്കെ കാണും, എവിടം വരെ അത് എത്തുമെന്ന്. മേ ബി അതിൻ്റെ വ്യൂ കുറവായിരിക്കാം, മറ്റുള്ളവരിലേക്ക് പിന്നെ റീച്ച് ഉണ്ടാവത്തില്ല. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ ലെവൽ അറിയാം. അവർ പൈങ്കിളിയല്ല, അവരാരും നല്ല സ്റ്റാൻഡേർഡ് സബ്സ്ക്രൈബർ ഉള്ള ആളാണ് ഷെഫീന എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ രീതിയിൽ ഒരു പൈങ്കിളി ടച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് എനിക്ക് ഉത്തരവ് വരുന്നത്, നിർത്തിക്കോ, അത് നടക്കത്തില്ല എന്ന്. അത് മാത്രമല്ല, അവരുടെ ഒരു കൂട്ടായ്മ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ അഡ്വൈസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് എന്താണ് ആവശ്യം അത് കൊടുക്കാനാണ് ഞാൻ എൻ്റെ ചാനൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ ഇഷ്യൂ പറയുന്നതേ ഉള്ളൂ. ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നിയിരുന്നു. അപ്പം ഞാനത് ഇതും കൂടെ ചേർത്ത് പറയണമെന്നുള്ളത് കൊണ്ടൊന്ന് പറയുന്നതാണ്. നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അവിടെ മരിച്ച ഒരു സ്ത്രീയുടെ പുറത്ത് അവരെ കൊന്നതാണെന്നുള്ള രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ഒരു സന്നദ്ധ പ്രവർത്തകൻ അതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്താണ് അദ്ദേഹം കളക്ടർക്ക് കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിഷയങ്ങൾ പുറത്തേക്ക് വിടരുതെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെയൊക്കെ എവിഡൻസ്. പുള്ളി എനിക്ക് അയച്ചു തന്നു പരാതിയുടെ കോപ്പിയൊക്കെ. കളക്ടർക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ CWCയിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല. തന്നെ സെൻട്രലിൽ ഡോക്ടർ രമയാണ് അതിൻ്റെ ഹാൻഡിൽ ചെയ്യുന്നത്. അവരത് ചെയ്യുന്നുണ്ട്. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അവരെ. മുൻപും ഈ നമ്മുടെ ഷാജിദ ഷാജിക്കെതിരെയുള്ള വിഷയത്തിനും എന്നെ ആ മേഡമാണ് സപ്പോർട്ട് ചെയ്തത്.
ഓൾ ടോട്ടൽ ഞാൻ കൊണ്ടു കൊടുക്കുന്ന ഇതൊക്കെ എടുത്ത് ചവിട്ടിക്കൂട്ടി കളയുക എന്നുള്ള സ്ഥിരം എടുത്ത അധികാരികളുടെ ഒരു പരിപാടിയാണ്. ഷെഫീനയാണോ പരാതിക്കാരി? അന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ എൻ്റെ മുന്നിൽ തന്നെ എടുത്ത് ഒരു ചവിറ്റുകൂട്ടി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളവിടെ കിടന്ന് ഗർജിക്കാൻ ബഹളം വയ്ക്കാൻ നല്ലതൊന്നുമില്ല. പിന്നെ അവരുമായി ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഞാൻ വളരെ കാമായിരുന്നത്. ഞാൻ കാമായിട്ടല്ല, പിന്നെ അവരോടെന്താ ചാടി കടിക്കണോ? ആ സ്ത്രീ നിൽക്കുന്ന നില കണ്ടോ? അവരെന്നോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ പറയൂ. ഞാൻ പറഞ്ഞു. അപ്പോൾ അത് അവരെ കേൾക്കുന്നില്ല. അടുത്ത് നിങ്ങൾ പിന്നെ സ്ഥാപനത്തിനെ പറ്റി പറയും. ആ സ്ഥാപനത്തിനെ പറ്റി നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പറയുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഇല്ല നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞേ മതിയാവെന്ന് പറയാൻ ഞാനൊരു അധികാരിയല്ല. എനിക്കൊരു ചാനലുണ്ട്, ഞാനൊരു മാധ്യമ പ്രവർത്തകയാണ്. എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ചോദ്യം ചെയ്യുക എന്നുള്ളത്. ആ ചോദ്യത്തിന് അവർ ഉത്തരം തന്നോളണമെന്നില്ല. അത് അവരുടെ റൈറ്റ്സിൽ പെടും. അവർക്ക് തോന്നുന്നെങ്കിൽ തരും. പക്ഷേ എനിക്ക് ഒരു അധികാരിയെ ഇൻഫോം ചെയ്യാൻ പറ്റും. ആ അധികാരി ചോദിച്ചാൽ അവർ തത്ത പറയുന്ന കണക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അവർക്കായിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ആ പ്രവർത്തന മണ്ഡലമോ എൻ്റെ സബ്ജക്റ്റ് ആയിരുന്നില്ല. ഒരു സ്ത്രീ എന്നെ വിളിച്ച് വളരെ വിഷമത്തോടുകൂടി കരഞ്ഞ് വാവിട്ട് കരഞ്ഞ് പറഞ്ഞു, എന്നെ ചതിച്ചു ചേച്ചി. ഇതിന് മുമ്പൊരു വിഷയം ഞാൻ സൗദിയിലുള്ള എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകളാണ് എൻ്റെ മാറ്റർ. അപ്പോൾ അവർ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു ജീവിതം ഞാൻ പബ്ലിസിറ്റി എനിക്ക് ചെയ്യാം. അവർ തന്ന വോയിസും അയാളുടെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് എനിക്ക് പബ്ലിസിറ്റി കൊടുക്കാം. അല്ലെങ്കിൽ എനിക്കതൊരു കണ്ടന്റ് മാത്രമായിട്ട് എടുക്കാം. ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും സ്ത്രീയാണ് അവഹേളിക്കപ്പെടുക. പുരുഷൻ പറ്റിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാലും നീ പോയിട്ടല്ലേടി എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ അനാമികയെ വെച്ചിട്ടും പറയുന്നുണ്ട് അങ്ങനെ. ഈ പറഞ്ഞ പ്രസ്തുത വ്യക്തിയുടെ ചാനലിൽ അതുണ്ട്. അനാമിക കതവ് തുറന്ന് അകത്തേക്ക് പോയി അവൻ ചെയ്തു എന്ന്. വരുന്നതൊരു കുഞ്ഞാണെന്ന് അവന് ബോധമില്ല. 18 വയസ്സിൽ അണ്ടറിലുള്ള ഒരു കുട്ടിയാണ് വരുന്നതെന്നുള്ള ബോധം അവനില്ല. അങ്ങനെ അവിടെയുള്ള ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളുടെ കയ്യിലേക്കൊക്കെ ഇവൻ ചാവി കൊണ്ട് കൊടുത്താൽ ഈ പെൺകുട്ടികളൊക്കെ ഓപ്പൺ ചെയ്ത് അവൻ്റെ അടുത്തേക്ക് പോകും. കാരണം റിച്ചാണ്. സ്ത്രീകളെന്ന് പറയുമ്പോൾ ആ ഏജിലുള്ള കുട്ടികൾ ആലോചിക്കുക, ഫിനാൻഷ്യലി സൗണ്ടായ ഒരുത്തനായിരിക്കണം. അത്യാവശ്യം ബൈക്കും കാണാനും ചന്തവും ചുള്ളനും ഒക്കെ ആയ ഒരുത്തനാണെങ്കിൽ അത് തന്നെ ധാരാളം. പക്വതയില്ലാത്തൊരു പ്രായമാണ് 16-17 വയസ്സൊക്കെ. ആ സമയത്ത് നമ്മുടെയൊക്കെ കൺസെപ്റ്റ് കുതിരപ്പുറത്ത് വരുന്ന രാജകുമാരനാണ്. കുതിരപ്പുറത്തുള്ള രാജകുമാരൻ വന്ന് എന്നെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടോ പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന പ്രായത്തിൽ അവൻ ചാവി കൊണ്ട് കൊടുത്തെങ്കിൽ അവൾ പോയെങ്കിൽ എന്താ? അതിനെ ചെയ്യാൻ പാടില്ലെന്നൊരു ബോധമില്ലേ? 3 വയസ്സുള്ള ഒരു കുഞ്ഞാണ് വരുന്നതെങ്കിൽ അവൻ ചെയ്യുമോ? അവന് ചാവി കൊണ്ട് കൊടുത്താൽ വരുമോ? അതാണ് ഇവിടുത്തെ നിയമം എന്താണെന്ന് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊന്ന് പറഞ്ഞത്. പിന്നെ കമൻറ്റ് രേഖപ്പെടുത്തു, അത് തെറ്റാണോ അല്ലയോ? കമൻ്റ് ആണോ? നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ പറയുന്ന വേർഡിന് നിങ്ങൾക്കൊരു വാല്യൂ വേണ്ടേ? നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബേസിക് തിയറി പോലും അറിയാത്ത ഒരാളാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യം അവതരിപ്പിക്കാൻ വരുന്നത്. ബേസിക്കലായിട്ടുള്ളൊരു നോളജ് ഇല്ലേ നിങ്ങൾക്ക്? 18 എന്ന് നിജപ്പെടുത്തുമ്പോൾ അതിൻ്റെ അണ്ടറിൽ ക്രൈം ചെയ്താൽ പോലും അവർക്ക് കൺസെഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവരെ കുട്ടികളായി തന്നെയാണ് ഗവൺമെൻറ് പരിഗണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആ കുട്ടി പ്രഗ്നൻ്റ് ആയതും അതിനോടനുബന്ധിച്ച് അവൻ കല്യാണം കഴിച്ചാൽ സാധൂകരിക്കപ്പെടില്ല. അവന് പണിഷ്മെൻ്റ് ഉണ്ടാകും. പണിഷ്മെൻ്റ് ഉണ്ടാകണം. പരാതിക്കാരെന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് സ്വമേധയാ എടുത്ത കേസാണത്. അല്ലാതെ നമ്മൾ ഇൻഫർമേഷനാണ് കൊടുത്തത്. ഗവൺമെൻറ് എടുത്ത പരാതി ഗവൺമെൻറ് തിരിച്ച് പിൻവലിക്കുന്നിടം വരെ അത് അനുഭവിച്ചേ മതിയാവും. ഗവൺമെൻറ് തിരിച്ച് പിൻവലിച്ച കഥകളുണ്ട്. ഇവിടെ മോഹൻലാലിൻ്റെ കാര്യമുണ്ട്. അയാൾക്കെതിരെ എത്ര കേസ് വന്നു? ആനക്കൊമ്പ് കേസ്. ഗവൺമെൻറ്റാണ് അത് പിൻവലിച്ചു കൊടുത്തത്. കാരണം അയാളൊരു മേജറാണെന്നും അയാൾക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നും കുട്ടികളെ അയാൾ പിന്നെ എന്തോ കൺസിഡർ ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് അയാൾക്ക് മേജർ എന്ന പദവിയൊക്കെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടുന്നത് പൊതുസമൂഹത്തിന് റോങ് ഇൻഫർമേഷൻ കൊടുക്കും എന്നുള്ളത് കൊണ്ട് അയാൾ ചെയ്ത തെറ്റിന് നമുക്ക് കുറച്ചൊന്ന് സംയമനം പാലിച്ച് അത് ചെയ്തു കൊടുക്കാമെന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിച്ചത്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാനാവത്തില്ല. അല്ലാത്ത പക്ഷം അത് ക്രൈമാണ്. അത് മാത്രവുമല്ല, അത് ആ പുള്ളി പറയുന്നുണ്ട്, അവിടെ താമസിക്കുന്ന ബാക്കിയുള്ള കുട്ടികളുടെ സുരക്ഷ ഏത് അളവിലാണ്? എൻ്റെ കൺസേൺ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മർമ്മഭാഗത്തേക്ക് മുളക് പൊടി കലക്കി ഒഴിക്കുന്നതിനെ ന്യായീകരിക്കുന്നു. ഒരാളാണോ അത് പറഞ്ഞത്? നിങ്ങൾ ഈ കേട്ട വോയിസ് ഒന്നും ഒരു വ്യക്തിയുടേതല്ല. 8ഓളം പെൺകുട്ടികൾ, ഇന്നലെ 3 പേര് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് പ്ലേ ചെയ്യാം. 8ഓളം പെൺകുട്ടികളാണ് വന്ന് പരാതി പറയുന്നത്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അനുഭവസ്ഥരായിരുന്നു. ഒരാൾ ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനില്ലല്ലോ എന്ന വിഷമമായിരുന്നു. ചേച്ചി നിൽക്കുന്നു. അവരോട് ഞാൻ പറഞ്ഞ പ്രോമിസ് ഞാൻ കീപ്പ് ചെയ്യുന്നു. അവരുടെ ഐഡന്റിറ്റി ഞാൻ റിവീൽ ചെയ്യില്ല. അവരുടെ ഐഡന്റിറ്റി ഞാൻ കൊടുക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കായിരിക്കും. അല്ലാതെ പബ്ലിക്കിന് ഞാൻ ഇട്ട് തരില്ല. വിറ്റ് ചെയ്താൽ ഞാൻ കൊടുക്കാത്തത് മറ്റൊരാൾ അത് എടുത്തുകൊണ്ട് പോകുന്നോ മറ്റു യൂട്യൂബേഴ്സ് അത് ഉപയോഗിക്കുമോ എന്നുള്ള ഭയം കൊണ്ടല്ല. എന്നോട് ചോദിക്കൂ, ഞാൻ തരാം. പക്ഷെ പുറത്തേക്ക് വിടരുത്. കാരണം അവരുടെ സുരക്ഷയെ ബാധിക്കും. എന്നിട്ടും എനിക്ക് വോയിസ് തന്ന എല്ലാവരെയും അവർ പിന്തുടർന്ന് ആക്രമിക്കുന്നുണ്ട്. മുഖം കാണിച്ചുകൊണ്ട് ധൈര്യസമേതം ഒരു കുട്ടി വന്ന് അവൾ വീഡിയോ ചെയ്യുന്നു. ആ കുഞ്ഞിനെ എത്ര തെറി വിളിച്ചു എന്ന് അവളുടെ ചാനലിൽ പോയി നോക്കൂ. ഞാൻ എൻ്റെ ഇതിനകത്ത് പോസ്റ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ ചാനൽ. അതിനകത്ത് അവളെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. നിന്നെ വീശിക്കളയുമെന്നാണ് പറയണേ.
ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ തട്ടിക്കളയുമെന്ന് പറയുന്നു. ആരാണ് ധൈര്യത്തിൽ ഇവർക്കെതിരെ നിൽക്കുക? അവരെ ചിരിയുടെ മുന്നിൽ മതിമറന്ന് പോവല്ലേ? അതൊരു കൊടും വിഷമാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഭയമില്ലെന്ന് വെച്ചാൽ ഇതുപോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഇപ്പോൾ ഭയം എന്തെന്ന് പോലും എനിക്ക് അറിയില്ല. അതാണ് വാസ്തവം. ഇന്നോ നാളെയോ ആരെങ്കിലും കയ്യാലെ തീർന്നു പോകുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അത്രത്തോളം ഈ ഇഷ്യൂസ് ആണല്ലോ ഞാൻ കയറി ഇഴക്കുന്നത്. ഇതിൽ എനിക്ക് എൻ്റേതായ ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്. എനിക്ക് ഉറക്കം കിട്ടണം, എനിക്ക് സ്വസ്ഥത വേണം. ആ കുഞ്ഞുങ്ങളെ അവൾ ചെയ്തത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പതർച്ചയുണ്ടല്ലോ, അതൊരമ്മയ്ക്കേ മനസ്സിലാവുള്ളൂ. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഉറക്കം കിട്ടുന്നില്ല, ഞാൻ നല്ല പ്രയാസത്തിലാണ്. അവളെ പിടിക്കുന്നിടം വരെ ഞാൻ ഇതിൻ്റെ പിറകിൽ നിന്ന് വിടില്ല. ആ സ്ത്രീ മനുഷ്യ സ്ത്രീയല്ല. ആഹാരം കൊടുക്കാതിരിക്കുകയെ വിശപ്പിൻ്റെ വേദന എന്തെന്ന് മനസ്സിലായവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം, 6 നേരം കഴിക്കണം, കുറേശ്ശെ ഒരടിക്ക് കൂടുതൽ കഴിക്കാൻ ഒക്കത്തില്ല. കുറച്ച് കഴിക്കാൻ നമുക്കൊരു മടുപ്പ് വരും. ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്. ഗുളികളൊക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് 3 നേരം മാത്രം നിജപ്പെടുത്താൻ ഒക്കത്തില്ല. കുറേശ്ശെ കഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. വൃദ്ധസദനം അങ്ങനെ അറിവുള്ളവർ നടത്തണം. അവരുടെ അവൈലബിലിറ്റി, അവർക്ക് എപ്പോൾ വേണം ആ സമയത്ത് കൊടുക്കാൻ തയ്യാറാകുന്നവർ ആ സദനങ്ങൾ നടത്തുക. അല്ലാത്തവർ നടത്തരുത്. 3 നേരം പട്ടിക്ക് ആഹാരം കൊടുക്കുന്നതാണെങ്കിൽ കൊടുക്കരുത്. അവരെ നോക്കണം. അവർക്ക് ചിലപ്പോൾ രാവിലെ പാല് ഉൽപ്പന്നങ്ങൾ കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ചിലർക്ക് പാൽ ഉൽപ്പന്നങ്ങളായിരിക്കും താല്പര്യമുണ്ടാവുക. നമ്മൾ ഓരോരുത്തരെയും തിരിച്ചറിയണം. ഹോം നഴ്സ് നിർബന്ധമാണ്. അവരെ കൺസേൺ ചെയ്യാൻ ഹോം നഴ്സ് നിർബന്ധമാണ്. അല്ലാതെ ആ അന്തേവാസികൾ തന്നെ അവരെ നോക്കുന്ന ഒരവസ്ഥ, കട്ടുമോട്ടിച്ചും ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ, എന്താണ് അനാഥാലയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതിനെതിരെ ശക്തമായി നിലകൊള്ളുക തന്നെ വേണം. എന്നെ ആക്രമിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മാത്രമായി ഇതിൽ ഇടപെടാതെ ഞാൻ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുന്നത്. ഈ ഒലീവിയ വിഷയത്തിൽ ഞാനും അവിടെ പോയി ഞാൻ മനസ്സിലാക്കി, അവരെ മുമ്പിൽ വെച്ചാണ് ഞാൻ ആ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തിയത്. എന്നിട്ടും അവർ പറഞ്ഞുണ്ടാക്കിയ സാധനങ്ങളും എടുത്തുകൊണ്ട് ഇവിടെ എത്ര യൂട്യൂബേഴ്സാണ് എന്നെ പറ്റി മോശം പറഞ്ഞു, എൻ്റെ കുട്ടിയെ പറ്റി മോശം പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞു, ഞങ്ങൾ എന്തെല്ലാം കേട്ടു. ആരെങ്കിലും സംസാരിച്ചോ? ഞങ്ങൾക്കെതിരെ കേസ് വന്നു. എന്താ? എനിക്ക് ആകെ ഉള്ള കുറച്ച് വസ്തു പ്ലെഡ്ജ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. അതിന് ഇവിടുത്തെ ഒരു ഫേമസ് ഗുണ്ട കൂട്ടിന് ഒരാൾ സംസാരിച്ചോ? 1 വർഷത്തോളം ഞാൻ അപമാനിതയായി കേൾക്കേണ്ടി വന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു കാര്യം ഇപ്പോഴും പറയരുത്. വ്യക്തമായ തെളിവില്ലാതെ ഞാൻ ഒരു കാര്യത്തിൽ ഇറങ്ങത്തില്ല. ആ കുട്ടികൾക്ക് കിട്ടേണ്ട നീതി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആരോ ഒരാൾ എഴുതിയ ഒരു കമൻറ്റിൽ 2 വിഷയത്തിൽ ഇടപെട്ടു, ആദ്യത്തിന് പകുതി വഴിക്കിട്ടിട്ട് പോയെന്ന്. ഒരിക്കലുമല്ല. ആ കുട്ടികൾക്ക് നിയമപരമായി കിട്ടേണ്ട എല്ലാ അലവൻസും വാങ്ങിച്ചു കൊടുത്തു. അവിടെ മറ്റൊരു കുട്ടി വന്ന് ഇതുപോലെ ചതിയിൽ പെടാതിരിക്കാനുള്ള എല്ലാം ചെയ്തു വെച്ചു. അന്ന് എനിക്കെതിരെ അതിനകത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ച കുട്ടികൾ പോലും അവിടുന്ന് റിസൈൻ ചെയ്ത് പോയ ശേഷം എന്നെ വിളിച്ച് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ നിവൃത്തികേട് കൊണ്ടാണ് അന്ന് അവരവിടെ നിന്ന് തെറി പറഞ്ഞതെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് പേര് തീർത്താത്താന്ന് എനിക്കാ ഞാൻ ആ തെറി കേൾക്കുന്ന മുഴുക്കി. അപ്പം ഈ വിഷയത്തിൽ ഞാൻ എന്താ ആ സൈഡിലേക്ക് പോകാത്തെന്ന്, ഞാൻ ആ സൈഡിലെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പറയും എൻ്റെ മകന് ഞാൻ കാശ് വാങ്ങിയെന്ന്. എന്തിനാ? കുട്ടിയെ പോലും കൂട്ടാതെ വയ്യായ്മയിൽ ഞാൻ തനിച്ച് തന്നെ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പം പല രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റും പല രീതിയിൽ കഷ്ടപ്പാടും ഇതിൻ്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഇത് ഞാൻ വിട്ടിട്ട് പോവുകയോ ഒഴിവാക്കുകയോ ഇല്ല. എനിക്ക് ശ്വാസമുള്ളിടത്തോളം ഇതിനെതിരെ ശക്തമായി പൊരുതും. ഒത്തിരി അവിടെ ഒരുപാട് അംഗങ്ങളുണ്ട്, ഒരുപാട് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ വേറെയുണ്ട്. അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് മുൻപോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കളക്ട് ചെയ്തോളാമെന്ന് വിടുന്ന ആൾക്കാരെ. അതേസമയം ഇവർക്ക് പാരലായിട്ട് മറ്റു കെന്നഡി എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് 28ഓളം കുട്ടികളെ അയാളെന്തോ കുഴപ്പമാണെന്നൊക്കെ കാണിച്ച് പേപ്പർ കൊടുത്ത് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അയാളുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ പിടിച്ചു പറിച്ച് ഇവരുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. ഇവർക്ക് അങ്ങനെയാണ് ആളെ കിട്ടിയത്. അല്ല, ഇവർക്ക് ആളെ കിട്ടത്തില്ല. മറ്റതൊക്കെ അവർ കഷ്ടപ്പെട്ട് ഓരോ വീടുകളിൽ പോയി സംസാരിച്ച് നോക്കാൻ വയ്യെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുവന്ന മനുഷ്യരെയാണ് കൊണ്ടുപോയത്. എന്നിട്ട് അതിലൊരെണ്ണത്തിനെ കൊന്നും കളഞ്ഞു. അപ്പോൾ തലയ്ക്കടിയേറ്റ് മരണപ്പെട്ട എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിജപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയത്തെ സാധാരണ മരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. മരിച്ച ബോഡി കളിപ്പിക്കാനും ഒക്കെ അവിടുത്തെ അന്തേവാസികളെ തന്നെ ഉപയോഗിക്കുന്നതും ഒരുതരം, ഇത് നമ്മളെങ്ങനെ പറയുമെന്നറിയത്തില്ല. A to Z കറപ്റ്റഡ് ആണ് ഇവർക്കൊപ്പം നിൽക്കുന്ന ഓഫീസേഴ്സ്. A to Z. ഇത്രയും ഭീകരമായ ക്രൈം അവിടെ നടക്കുന്നുണ്ടെന്ന് അവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം. ഇത് ചെയ്യുന്ന ഒരുത്തനെങ്കിലും ചിന്തിക്കണ്ടേ നാളെ നമുക്കും ഇതുപോലൊരു ഗതി വരാമെന്ന്. എൻ്റെ ഉമ്മ എൻ്റെ ഒപ്പം വന്ന് നിൽക്കുകയാണ്. അത് ഭയന്നിട്ട് തന്നെയാണ്. അവർക്കറിയാം എന്തോ ഒരു ദുസൂചന അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നിച്ച് എൻ്റെ ഒപ്പം വന്ന് നിൽക്കുന്നത്. ഭയപ്പാട് വരുമ്പോഴാണ് എൻ്റെ ഉമ്മ എൻ്റെ അടുത്തേക്ക് വരിക. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കൂ, നമുക്കെല്ലാം ഇപ്പം ഞങ്ങൾ കുറേ അധികം കുട്ടികളുണ്ട്, നോക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് നമ്മൾ വൃദ്ധസദനത്തിലേക്കായിരിക്കും ചിലപ്പോൾ കൊണ്ട് ഇട്ട് കൊടുക്കുക. അതൊരു കുറ്റമൊന്നുമല്ല.
അത് നമ്മൾക്ക് അത്രയും വിശ്വാസമുള്ളവരിടത്തേക്ക് നമ്മൾ കൊണ്ടാക്കുന്നതാണ്. അവരെ പോലെ അവരുടെ ഏജിലുള്ള ആൾക്കാരുമായി ചേർന്നിരിക്കട്ടെ എന്ന് കരുതിയായിരിക്കും നമ്മൾ കൊണ്ട് ചേർക്കുക. അങ്ങനെ ചെയ്യുന്ന തെറ്റാണോ എന്ന് വെച്ചാൽ ചിലർക്ക് അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ മകൻ ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും, വീട്ടിൽ വേറെ ആരും നോക്കാനില്ലെങ്കിൽ അമ്മയായാലും അച്ഛനായാലും അവൻ കൊണ്ടിടുക വൃദ്ധസദനത്തിലല്ലേ, വേറെന്ത് ചെയ്യും? ജോലിക്ക് ആളെ വെച്ച് നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല, വരുന്നവരെ വിശ്വസിക്കാൻ ഏൽപ്പിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ വൃദ്ധസദനം തന്നെയാണ് അവർ ഏറ്റവും ഈസി ആയിട്ട് നോക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്തവരെന്ത് ചെയ്യും? അവർക്ക് ജോലിയില്ല, ഫിസിക്കലി ഫിറ്റ് അല്ലാത്തവരെന്ത് ചെയ്യും? ആ കുട്ടികളെ കൊണ്ടുവന്ന് അവിടെയാക്കുക, അവർ പഠിപ്പിക്കുമല്ലോ, ആഹാരം കൊടുക്കുമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെയാണ് അനാഥാശ്രമങ്ങളിലേക്ക് ആളുകൾ കുട്ടികളെ കൊണ്ട് വിട്ടു കൊടുക്കുന്നത്. അവിടെ ചെറിയ തെറ്റുകൾക്ക് മർമ്മത്തേക്ക് മുളക് പൊടി തേക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്രൂക്കഡായ ഒരു സ്ത്രീക്കല്ലേ സാധിക്കൂ. ഈ പൊള്ളിക്കുകയാണെങ്കിൽ അടയാളം അവിടെ കാണില്ലേ? ഇത് മുളക് പൊടി മർമ്മത്തേക്ക് ആരെങ്കിലും മർമ്മം പൊക്കി കാണിച്ചു കൊടുക്കുമോ? ദേ എനിക്ക് ഇവിടെ ഇങ്ങനെ മുളക് പൊടി വീണെന്ന് പറയുമോ? നാണക്കേട് കൊണ്ട് പുറത്തേക്ക് പറയുമോ? എത്ര ക്രൂവലായിട്ടാണ് അവർ ചിന്തിച്ചെന്ന് നോക്കൂ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂവലായ ഒരു തള്ളയാണ് ആ പെണ്ണുമ്പിള. ഇത്രയും വൃത്തികെട്ടൊരു സാധനം. അവസാന നിമിഷമെങ്കിലും മകന് ആ പെണ്ണിനെ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ ഒഴിവാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിക്കില്ല എന്ന് പറയുന്നിടത്ത് മകനും മകളും രാത്രിക്ക് രാത്രി അവിടുന്ന് നാട് വിട്ട് മറ്റൊരാളുടെ സഹായത്തോടുകൂടി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുന്ന് പോലീസിന്റെ മുന്നിൽ സാന്നിധ്യത്തിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതില്ല, വേറെ നിവൃത്തിയില്ല എന്നൊരു സാഹചര്യം വന്നതുകൊണ്ടാണ്. ആ പെണ്ണ് ജീവിച്ചിരിക്കുന്നതിന് വലിയ കാര്യമാണ്. ഈ തള്ള കൊന്നുകളയാനും ചാൻസ് ഉണ്ട്. മകന് സ്ത്രീധനം കൊടുത്ത് വേറെ എവിടെ കെട്ടിക്കണമെന്നൊക്കെ പ്ലാൻ അവർക്കും ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ആകെ മൊത്തത്തിൽ ഇത് അത്രത്തോളം പ്രോബ്ലമാറ്റിക് ആയതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുന്നതും ഇത് തുടർന്ന് ചെയ്യുന്നതും. നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് എടുത്തതിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി. കാരണം എൻ്റെ വ്യൂവേഴ്സിനേക്കാൾ നിങ്ങളുടെ വ്യൂവേഴ്സിലേക്ക് ഇത് എത്തിക്കുന്നത് വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമാണ്, ചെറിയ വിഷയമൊന്നുമല്ല. വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ വ്യൂ വളരെ കുറവാകുന്നു. ആർക്കും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമില്ലാത്ത ടോപ്പിക്കാണെങ്കിൽ പോലും നിങ്ങളതെടുത്ത് ചെയ്തതിൽ ഞാൻ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. ഓരോരുത്തർക്കും വളരെ നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്തതിന്. ഇതിനകത്ത് കുതികാല് വെട്ടാനും കുത്തിത്തിരിപ്പിനും വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് നിങ്ങൾ വരുന്ന വക്കീലിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഡ്വക്കേറ്റ് ബിമല ബിനു ചാടി വീഴും, നോക്കിക്കോളൂ, അതാണ് സംഭവിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആളൂരിനെ പോലുള്ള സാധനമാണ് ആ സ്ത്രീ. അപ്പോൾ അത് എനിക്കെതിരെ എവിടെ ആര് ഞാൻ എന്തിനിറങ്ങിയാലും അതിനെതിരെ നിൽക്കുന്നത് അവരാണ്. അത് മാത്രം മനസ്സിലാക്കുക. പൊതുജനമാണ് മറുപടി പറയേണ്ടത്. പൊതുജനം മറുപടി പറയട്ടെ. പൊതുജനത്തിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് എൻ്റെത്. ഞാനത് നന്നായി ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫോളോ അപ്പ് ഉണ്ട്. CWC കേസ് എടുക്കും തീർച്ചയായിട്ടും. പിന്നെ ഈ വൃദ്ധസദനത്തിൻ്റെ കേസിലും ഇവരിൽ നിന്ന് കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും പിടിച്ച് പിന്നെ മറ്റ് സന്നദ്ധ സംഘടനകളിൽ ഏൽപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടേതാണ്. കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് എന്നാൽ കഴിയുന്നിടം വരെ എത്താവുന്നിടത്തോളം എത്തിയിട്ട് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പാർട്ടി ഇൻ പേഴ്സൺ, അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാം. ആർക്ക് വേണമെങ്കിലും പരാതികൾ കൊടുക്കാം, ഫോർവേഡ് ചെയ്യാം. ഞാൻ നിർദ്ദേശിക്കത്തില്ല. വേണമെങ്കിൽ ഫോമാറ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞ രീതിയിൽ ആർക്കെങ്കിലും സംശയമുണ്ട്, ഇത് അലിഗേഷനാണ്, ഞാൻ നിങ്ങളെ ചതിക്കുന്നതാണ്, ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ്, ഏതൊക്കെ ആളുകളെ കൊണ്ട് വോയിസ് എടുപ്പിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ദയവ് ഇത് മനസ്സിലാക്കുക. മക്കളൊഴിച്ച് ചുറ്റും എൻ്റെ അമ്മയും എൻ്റെ മക്കളും ഒഴിച്ച് ചുറ്റും നിൽക്കുന്ന ഓരോ വ്യക്തികളും എപ്പോഴെന്നെ ചതിക്കാമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നവരാണ്. അവരെയൊക്കെ വെച്ച് ഞാനിങ്ങനെ ഒരു വോയിസൊക്കെ ഉണ്ടാക്കിയ പിന്നീട് അവർ വിളിച്ച് പറയത്തില്ലേ. ഇത് ഓരോരുത്തരും ഓരോ സ്ഥലത്തു നിന്നാണ്. ഒരാൾ വാഗമണ്ണാണെങ്കിൽ ഒരാൾ പത്തനംതിട്ട, ഒരാൾ വയനാട്, ഇങ്ങനെയൊക്കെ സ്ഥലത്തു നിന്നാണ് ഓരോരുത്തർ വിളിച്ചിട്ടുള്ളത്. നമ്പർ ഉൾപ്പെടെ ഞാൻ എല്ലാം വെച്ചിരിക്കുന്നു. സേഫ് ആൻഡ് സെക്യൂർ. എനിക്കെതിരെ ഒരു കേസ് വന്നാൽ ഈ മൊബൈൽ തൂക്കിക്കൊണ്ട് പോകുന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം റെക്കോർഡിക്കലായി ക്ലൗഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ വളരെ റിസ്ക് ആയിട്ടുള്ളൊരു വിഷയം ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും പറയരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. പറഞ്ഞതുകൊണ്ട് തെറ്റൊന്നുമില്ല, നിങ്ങളുടെ അസംഷനാണ്. പക്ഷേ സത്യം പറയാമല്ലോ. ഇത്രയും ധൈര്യത്തോടു കൂടി മുൻപോട്ട് വന്ന് പറഞ്ഞ് ആ കുട്ടികൾക്ക് സമ്മതിക്കണം. കാരണം അവരുടെ ലൈഫ് സെക്യൂറായി, അവർക്ക് ഭർത്താവായി, കുടുംബമായി, പിന്നെ ഇനി ഇതിൻ്റെ പിറകെ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങൾ അനുഭവിച്ച വേദന ഇനി ആരും അനുഭവിക്കരുതെന്നുള്ളവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ നിശ്ചയദാർഢ്യമുണ്ടല്ലോ, അതിന് നമ്മൾ സല്യൂട്ടാണ്. മാത്രമല്ല രഹസ്യമായിട്ടാണെങ്കിലും മൊഴി തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ഐഡൻറ്റിറ്റി ഞാൻ എങ്ങനെ റിവീൽ ചെയ്യും? ഞാൻ ചോദിച്ചാൽ അവരെനിക്കൊരു വീഡിയോ തരും. ആ വീഡിയോ എടുത്തിട്ടാൽ നന്നായി വ്യൂവും കിട്ടും, നാട്ടുകാർക്കെല്ലാം സത്യമാണെന്ന് ബോധ്യവും വരും. ആ ബോധ്യത്തിൽ ആ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നവരുടെ പ്രൈവസിയാണ്. അത് ഞാൻ ചെയ്യരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിർബന്ധിക്കരുത്. ഈ പറഞ്ഞ ആൾക്ക് എന്നെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എത്ര നമ്പർ വേണം, ആരൊക്കെയാണ്, എല്ലാം ഞാൻ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഒറ്റ കണ്ടീഷൻ, പുറത്തു വിടരുത് എന്നുള്ളത്. അത് അധികാരികളുടെ കയ്യിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം.
അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വീഡിയോ കാണുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വിഷയങ്ങൾ, അതായത് അവിടെ നിന്നുള്ള വോയിസ്, എൻ്റെ വോയിസ് അല്ല, അവരുടെയൊക്കെ വോയിസുകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. കൂടുതൽ ആൾക്കാരെടുക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഫസ്റ്റ് കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വയ്ക്കുന്നു. താങ്ക് യു.